അണ്ടർ 17 ആ ടീമിലായിരുന്നു കാസർഗോഡ്. അപ്പോൾ ആദ്യമായിട്ട് റണ്ണേഴ്സായിരുന്നു കാസർഗോഡില്ല വൈക്കം. അപ്പോൾ അത് കളിച്ചിട്ട് പിന്നെ ഒരു മാസം കഴിയുമ്പോൾ കേരളോത്സവം ഉണ്ടായിരുന്നു. പിന്നെ എൻ്റെ മുട്ടിന് ഫ്രാക്ചറായി സ്റ്റീലിട്ട്. അപ്പോൾ പ്രാവശ്യം പിന്നെ 2 കൊല്ലം റെസ്റ്റായി. പിന്നെ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഫുട്ബോളിനോട് താല്പര്യം കൊണ്ട് ഈ ഫീൽഡിലേക്ക് ഇറങ്ങി. അവിടെ ഒരു മാഷുണ്ടായിരുന്നു പ്രസീദ്. ഇപ്പോൾ ഇക്ബാലിൻ്റെ സ്കൂളിൽ പ്രസീദ്. അതാണ് ഈ ഫീൽഡിലേക്ക് തിരഞ്ഞെടുത്തത്. പിന്നെ ഈ ഫീൽഡിലേക്ക് ഇറങ്ങി 2014 ഞാൻ ഈ എക്സാം എഴുതി. പിന്നെ ആ ഫീൽഡിലേക്ക് ഇറങ്ങി അങ്ങനെ ഇങ്ങോട്ട് 2015 ഇപ്പോൾ പ്രൊമോഷൻ ടെസ്റ്റ് ഉണ്ടായിരുന്നു. ഏതൊരു കോളേജ് അതിലാണ് ഈ PFA-യിലേക്ക് സെലക്ട് ആയത്. എറണാകുളത്ത് സെലക്ട് ആക്കി അങ്ങനെ അടുത്തേക്ക് എത്തി. പിന്നെ നാട്ടിൽ നിങ്ങൾ ക്ലബിലോ ഏതെങ്കിലും ക്ലബിലുണ്ടോ? ടീമിലോ 3 ക്ലബിലുണ്ട്. ഏതെല്ലാം? മറ്റേ മത്സരങ്ങൾക്കെല്ലാം കളിക്കാൻ പോകും. ഈ റഫറി ആയിട്ട് നിന്നിട്ടുണ്ടായിരുന്നോ? അല്ല മുമ്പ് ഇവിടെ നാട്ടിലെല്ലാം നാട്ടിൽ നിൽക്കും. പിന്നെ ഇപ്പോൾ ICSന്റെ നാഷണൽ ഉണ്ടായി. അതിൽ റഫറി ആയിട്ടുണ്ടായിരുന്നു. അതെവിടെ വെച്ചിട്ടാണ്? നവോദയ സ്കൂളിൽ. അപ്പോൾ പിന്നെ ഈ റഫറി എന്ന രീതിയിലെ നിയമങ്ങളും കാര്യങ്ങളെല്ലാം അങ്ങനെയാണ് മനസ്സിലാക്കിയത്. ആരാണ് ഇതിൻ്റെ കുറേ നിയമങ്ങളെല്ലാം ഉണ്ടാവില്ല. ഇത് ഫിഫ റഫറിയും ഈ ഇൻസ്ട്രക്ടർ ഉണ്ടായിരുന്നു AK മുഹമ്മദ് ഭായി കണ്ണൂർത്തെ. ക്യാമ്പുണ്ട് 2014 എക്സാം ചെയ്തു. മുഹമ്മദ് ഭായ കണ്ണൂർ സ്വദേശി. മുഹമ്മദ് ഭായ എന്നറിയപ്പെടുന്നു. അവരാ ഇത് വന്നത്. നിങ്ങളെല്ലാം പിന്നെ ഫുട്ബോൾ പണ്ടേ അറിയുന്നതുകൊണ്ട് അറിയും. പിന്നെ ഇതിൻ്റെ റൂൾസും അവിടെ നിന്ന് പഠിച്ചു. 11s ആണോ മറ്റേ 7s ആണോ? 11s ആണ്. 7s ഇപ്പോൾ അല്ല, 2014 ശേഷം. 2015 ഇപ്പോൾ നമ്മൾ ഈ വേറെ കോച്ചോ ഓരോ സഹായം കിട്ടിയിരുന്നു? ഇല്ല, ഞാൻ പറഞ്ഞു അവർ മുമ്പ് റഫറി ആയിരുന്നു. അതിലാണ് റഫറി കണ്ടിട്ടുണ്ട്. വീട്ടുകാർ നല്ല പ്രോത്സാഹനം ഉണ്ടാവും കൂടെ. ഇത് കളിക്ക് പോകുന്ന കാര്യം പുറത്ത് പോകുന്ന വിളിച്ചുകൊണ്ട് കാര്യങ്ങളായിട്ട് അങ്ങനെ ആയിരിക്കും വീട്ടിലേക്ക് എത്തിച്ചേർന്നത്. എത്ര പഠിച്ചത്? ഞാൻ +2 ഡിഗ്രി ഡിസ്റ്റൻസ് ആയിരുന്നു കണ്ണൂർ. ഞാൻ IT പഠിച്ചിരുന്നു. എവിടെ? വിദ്യാർത്ഥി. എൻ്റെ ബ്രദർ കളിക്കുന്നു. സഹോദരൻ്റെ പേര് സാമ്പത്തികമായിട്ട് അർഷാദ്. നമുക്കിങ്ങനെ റഫറിന് പോയാൽ പ്രതിഫലം അങ്ങനെ ഇതുവരെ കിട്ടിയിട്ടുണ്ടോ? പ്രതിഫലം കിട്ടുമല്ലോ. നവോദയ പോയാൽ കിട്ടിയിട്ടുണ്ടാവും. എല്ലാ മത്സരങ്ങൾക്കെല്ലാം നമുക്ക് അങ്ങനെ റഫറി ആയിട്ട് നിൽക്കാൻ പറ്റുമോ? ഇപ്പോൾ ഒരു PFA സെലക്ട് ആക്കി ക്യാമ്പിലേക്കാണ്. ക്യാമ്പ് എവിടെ വെച്ചിട്ടാണ്? അങ്ങനെ ഡേറ്റ് ചിലപ്പോൾ ഇന്ത്യയിലുണ്ടാവും. അത് പറയാം, ഡേറ്റ് ഒന്നും വെച്ചായില്ല. ചിലപ്പോൾ ഏഷ്യ കൺട്രിയിൽ ഏതെങ്കിലും. നിങ്ങളെ കൂടാതെ വേറെ ഏതെങ്കിലും സെലക്ട് ആയിട്ടുണ്ടോ? ഒരാളെ എടുക്കുമല്ലോ? ഒരാളല്ല, ഇത് 25 ആളുണ്ട്. 12 പേരാണ്. 12 പേര് സെലക്ട് ആയിട്ടുണ്ടല്ലോ. അതിൽ കേരളത്തിൽ നിങ്ങൾ മാത്രം. ഇപ്പോൾ ദേശീയ മത്സരത്തിലെല്ലാം നമുക്ക് ക്വാളിഫൈ ആയി ശരിക്കും. എറണാകുളത്ത് പ്രൊമോഷൻ ടെസ്റ്റിലൂടെയാണ് ഞാൻ സെലക്ട് ആക്കിയത്. ഇത് നമ്മളെ ഫിഫ മറ്റേ ജില്ലാ ഫുട്ബോൾ ഇവരെ ഒന്നും സഹായം അങ്ങനെയൊന്നും പോകാൻ പറ്റില്ല. അപേക്ഷ അവർക്കാണോ ആദ്യം കൊടുക്കേണ്ടത്? അങ്ങനെയാണ് നിങ്ങൾ ഇതിൻ്റെ അപേക്ഷ ആദ്യം കൊടുത്തത്? അങ്ങനെ അവർക്കാണോ? അല്ല അങ്ങനെയാണ് നമ്മളാദ്യം DFA മെമ്പറാണ്.
ഇത് നല്ല പിന്തുണ കൊടുക്കുന്നുണ്ടല്ലോ. ഇവിടെ സഹായം ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആണല്ലേ. DF-ന്റെ ഭാഗത്ത് നിന്ന് KFI. പിന്നെ ഇവിടെ ഫുട്ബോൾ ഗ്രൗണ്ടുകൾ കുറച്ച് കുറവില്ലേ അങ്ങനെ മത്സരങ്ങൾ നടത്തുന്നതിലും? അത് വലിയൊരു ഘടകം ആണ് നമുക്കുള്ളത്. അല്ല, നിങ്ങൾ അതിനൊന്നും ശേഷം ഇവിടെ കാസർഗോഡ് ജില്ലയിൽ എന്തോ ഗ്രൗണ്ട് ഉണ്ടാക്കാൻ നല്ല ശ്രമം ഉണ്ടായെന്ന് പറഞ്ഞു. കാസർഗോഡ് നടക്കാവിലൊരു സ്റ്റേഡിയം അത് മറ്റേ ഇതിൻ്റെ തോന്നുന്നു മറ്റേ ഇത് വെച്ചിട്ടില്ലേ? അതെ അതെ. എല്ലാ മത്സരങ്ങളും നടത്താം, എന്താ മറ്റേ ദേശീയ മത്സരങ്ങൾ നടത്താൻ പറ്റും. പരിപാടിയുള്ള മത്സരങ്ങളെല്ലാം നടത്താൻ പറ്റും. കാസർഗോഡ് സ്റ്റേഡിയത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അത് ക്രിക്കറ്റ് മാത്രമായിട്ട് ഇപ്പോൾ വേറൊരു പ്രപ്പോസൽ ഉണ്ടായിട്ട് മുമ്പ് സ്റ്റേഡിയത്തിന് സ്ഥലം കണ്ടെത്താണല്ലോ. അല്ല, സ്റ്റേഡിയത്തിന് ഫുട്ബോളിനായിട്ട് ഇപ്പോൾ മുനിസിപ്പൽ സ്റ്റേഡിയം മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങളെ DF ആയിട്ടുള്ളത് നടക്കാവിലുള്ള നിങ്ങൾക്ക് തന്നെ തന്നതാണ്, പഞ്ചായത്തിന് ഉള്ളതാണ്. നിങ്ങൾക്ക് വിട്ടു തന്നിട്ടുണ്ടോ? അത് ഏകദേശം ഫുട്ബോളിനായിട്ട് ഇത്തരം ഇങ്ങനെ ഈ കഴിവില്ലവരെല്ലാം പിന്നെ ഉയർത്തിക്കൊണ്ടുവരുന്നത് അത് DF-ന്റെ ഭാഗത്തു നിന്നുള്ള എല്ലാ സഹായവും ഉണ്ടാകുന്നുണ്ട്, മുമ്പുണ്ടായിട്ടുണ്ട്. ഇപ്പം നിങ്ങളെ A ഡിവിഷനും മറ്റേ B ഡിവിഷൻ മറ്റേ അതെല്ലാം കഴിഞ്ഞു. ഇന്ന് സെക്കൻഡ് ഡിവിഷന് ആ ഭാഗത്തുള്ളത് ഇന്ന് തുടക്കം കുറിച്ചിരിക്കുന്നു. ഈ ഭാഗത്തുള്ള ഏകദേശം ഒരു 10 ദിവസം കഴിഞ്ഞിട്ട് ഉണ്ടാകും. പുതിയ കുട്ടികൾക്കുള്ള പരിശീലനവും മറ്റും അത് പരിശീലനം ക്യാമ്പ് അടിസ്ഥാനത്തിൽ ജില്ലയിൽ അങ്ങനെ ഒരു തയ്യാറെടുപ്പിലുണ്ട്. സ്കൂൾ തലത്തിലാണോ? അല്ല, സ്കൂൾ തലത്തിലും അല്ലാതെയും ക്ലബ് അടിസ്ഥാനത്തിലായിട്ട് ഉണ്ടാവും. പിന്നെ അതിൽ കുറേ കുട്ടികൾക്ക് ടീമിൽ കയറാൻ പറ്റും ഡിസ്ട്രിക്റ്റിൽ. മറ്റേ ഇങ്ങനെ ഈ റഫറിയിലെ കുറേ ജോലി സാധ്യതയില്ല ഇതെന്നല്ല ഈ റഫറി ഇതെല്ലാം അതിലെല്ലാം കുറച്ച് പരിശീലനം കൊടുക്കേണ്ട അങ്ങനെയുണ്ടോ? പരിശീലനം കൊടുക്കുന്നുണ്ട് ഉണ്ടല്ലോ. അതുപോലെ ഇർഷാദിനെ പോലെ ആത്മാർത്ഥതയോടെ വന്നാലായിരിക്കും രക്ഷപ്പെട്ടു പോകാം. ഇപ്പോൾ അന്താരാഷ്ട്ര മത്സരത്തിൽ പങ്കെടുത്ത നല്ല നല്ല ജോലിയാണ്, ഏറ്റവും നല്ല പ്രതിഫലം കിട്ടുന്ന ഒരു ISL വന്നതാണ് ഏറ്റവും വലിയ മത്സരം. കാസർഗോഡ് ജില്ലയിലെ മറ്റ് മത്സരങ്ങൾ ദേശീയതലത്തിലുള്ള മത്സരങ്ങൾ കൊണ്ടുവരാനുള്ള ആലോചനയുണ്ട്. പക്ഷേ സ്റ്റേഡിയത്തിൻ്റെ അഭാവമല്ല. അതെ അതെ. ഇപ്രാവശ്യം സീനിയർ കാസർഗോഡ് ടൂർണമെൻറ്റ് വെക്കണം, സംസ്ഥാന സീനിയർ വെക്കണമെന്നുള്ള ഒരു ആലോചന. കാലിക്കടവ് ഗ്രൗണ്ടിൽ നല്ല കാലിക്കടവ് നടത്തിയിരുന്നു. കൗമുദി ഫുട്ബോൾ മറ്റേ നിരവധി ഫുട്ബോൾ മത്സരങ്ങൾ നടത്തിയിരുന്നു. പക്ഷേ ഇപ്പോൾ അടുത്ത കാലത്ത് പിന്നെ കുറേ ഒരു 10 വർഷത്തിന് ഇടയിൽ കുറച്ച് മത്സരങ്ങൾ കുറവാണ്. കാലിക്കടവ് മിക്കവാറും അടുത്ത വർഷങ്ങളും ചെയ്യാം. നല്ല ഗ്രൗണ്ടല്ല, മത്സരങ്ങൾക്കുള്ള ഒരു പറ്റിയൊരു ഗ്രൗണ്ടായിട്ടാണ്. നല്ല നടത്തിയ മത്സരങ്ങളെല്ലാം നല്ല വിജയമാണ്. ഒരു മത്സരവും പരാജയം ആൾക്കാർ ഇല്ലാതുകൊണ്ട് പരാജയപ്പെട്ടിട്ടില്ല.